Assalamu Alaikum. In the last class we have discussed about the antacids, so നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ന്യൂട്രലൈസേഷൻ റിയാക്ഷനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഓൾസോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ആപ്ലിക്കേഷൻസ് ഓഫ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് pH value. So what is pH value? It is very important, pH value. Okay, so എന്താണ് pH value എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. Okay, so take equal quantities of dilute hydrochloric acid. Okay, what we take? Equal amount of dilute hydrochloric acid, then sodium hydroxide, NaOH, sodium hydroxide, and then take equal quantities of dilute hydrochloric acid, sodium hydroxide solution, and distilled water, sodium hydroxide solution. Okay, and distilled water എടുക്കും. Okay, and in 3 test tubes, 3 test tubesiലായിട്ട് നമ്മൾ എന്ത് എടുക്കുന്നു? ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബ്, ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വി ടേക്ക് dilute hydrochloric acid, in the second test tube we take sodium hydroxide solution, and in the third test tube we take the distilled water എടുക്കുന്നു. And use red litmus paper and blue litmus paper, find out the nature of the solutions. അപ്പോൾ റെഡ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ബ്ലൂ ലിറ്റ്മസ്, കാരണം ഇവിടെ ബേസ് നമ്മളെടുത്തതിൽ ബേസും ഉണ്ട് ആസിഡ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നേച്ചർ ആസിഡിക് ആണോ ബേസിക് ആണോ എന്നുള്ളത് കണ്ടെത്തുക എന്നാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ആൾസോ 2 or 3 drops of phenolphthalein solution to 3 test tubes. ഓക്കെ, എന്നിട്ട് ഇതിൽ ഈ ഓരോ ടെസ്റ്റ് ട്യൂബിലും ഇതിലെല്ലാത്തിലും എന്താ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ഫിനോഫ്തലിൻ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ടെസ്റ്റ് ട്യൂബിലും എന്ത് ആഡ് ചെയ്യുന്നു? ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്നു. റെക്കോർഡ് ദ ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പം നമുക്ക് ഇതിൽ നമ്മൾ ഈ ഒരു ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോഴും പിന്നെന്താണ്, അല്ലെങ്കിൽ നമ്മൾ ലിറ്റ്മസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴും ലിറ്റ്മസും ഫിനോഫ്തലിനും എന്നൊക്കെ പറയുന്നത് എന്താണ്? ദാറ്റ് ആർ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? അത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമുക്കറിയാം നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്, ലാബിൽ യൂസ് ചെയ്യുന്ന സിന്തറ്റിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അപ്പം നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ലിറ്റ്മസ് ഒക്കെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് ലിറ്റ്മസ്. അതൊക്കെ ഒരു ഇൻഡിക്കേറ്ററാണ്, ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററാണ്. സോ ഫിനോഫ്തലിൻ വി യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനോഫ്തലിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എന്ത് ചെയ്യുന്നു? നമ്മൾ അങ്ങനെ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന്, വെദർ ഇറ്റ് ഈസ് ആസിഡ് ഓർ ബേസ്, വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ എന്താണ് പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്? വാട്ട് ഈസ് പി എച്ച് വാല്യൂ? പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പി എച്ച് വാല്യൂ, ഡിറ്റർമിനേഷൻ ഓഫ് പി എച്ച് വാല്യൂ ഇസ് എ സയൻറ്റിഫിക് മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഇസ് ദ ആസിഡിക് ഓർ ആൽക്കലൈൻ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ആസിഡിക് അല്ലെങ്കിൽ ബേസിക് നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ പി എച്ച് വാല്യൂ ഇസ് എ സയൻറ്റിഫിക് മെത്തേഡ്. പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. അതായത് അത് നമുക്ക് തന്നേക്കുന്ന സബ്സ്റ്റൻസ് ആസിഡിക് നേച്ചർ ആണോ ബേസിക് നേച്ചർ ആണോ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് നമ്മൾ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. പി എച്ച് വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. ആൻഡ് ദ ഡാനിഷ് സയൻറ്റിസ്റ്റ് സോറൻസൺ. സോ പി എച്ച് വാല്യൂ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണ്? സോറൻസ്. ഡാനിഷ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള സോറൻസൺ ആണ് ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത്. സോ ഇറ്റ്സ് പുട്ട് ഫോർവേഡഡ് ബൈ ദ ഡാനിഷ് സയൻറ്റിസ്റ്റ് സോറൻസൺ ഡിവൈസ് ദ പി എച്ച് സ്കെയിൽ ഫോർ ദിസ്. അപ്പോൾ പി എച്ച് സ്കെയിൽ കൊണ്ടുവന്ന ആരാണ്? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സ്കെയിലുണ്ട്, അതാണ് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. സോ ദിസ് പി എച്ച് സ്കെയിൽ ഈസ് ഡിസ്കവേർഡ് ബൈ ഹൂ? സോറൻസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് പി എച്ച് വാല്യൂ പി എച്ച് സ്കെയിൽ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് കൊണ്ടുവന്നത്. സോ പി എച്ച് സ്കെയിൽ വാസ് ഡിവൈസ്ഡ് ബേസ്ഡ് ഓൺ ദ H+ കോൺസെൻട്രേഷൻ ഇൻ ദ സൊല്യൂഷൻ. അതായത് പി എച്ച് സ്കെയിൽ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇതെന്ന് പറയുന്നത് H+ കോൺസെൻട്രേഷൻ ആണ് അല്ലേ? ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ, അവിടെ H+ അയൺസിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ മെയിനായിട്ട് അവിടെ എടുക്കുന്നത്. And observe the diagrammatic representation of the pH scale given below. അപ്പോൾ നമുക്ക് ആ ഒരു pH സ്കെയിലിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം.
Okay, so we can check the representation of the pH scale. The pH scale put forward by Sorensen. Sorensen എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് എന്ത് കൊണ്ടുവന്നത്, പി എച്ച് സ്കെയിൽ എന്ന് പറയുന്ന സ്കെയിൽ കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? സോ ഇൻ ദാറ്റ് സ്കെയിലിൽ 0 to 14 വരെയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14. അപ്പം ഇങ്ങനെ ഒരു സ്കെയിലാണിതെന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ 0 മുതൽ എന്താണ് 7 വരെ. ഓക്കെ, 0 to 7 എന്ന് പറയുന്നത് എന്താണ്, പി എച്ച് വാല്യൂ 0 to 7, അതായത് 0 to 7 അല്ല 0 to 6. 7 എന്ന് പറയുന്നത് ന്യൂട്രലാണ്. 0 മുതൽ 6 വരെ വരുന്നത് ആസിഡുകളാണ്. ഓക്കെ, ആസിഡ്. ഇനി 7 കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് പി എച്ച് വാല്യൂ ഇപ്പം ഒരു 5 അല്ലെങ്കിൽ 4 3 2 6 ഒക്കെയാണ് വരുന്നതെങ്കിൽ അതെന്താണ്, പി എച്ച് വാല്യൂ അങ്ങനെ വരുന്നതൊക്കെ ആസിഡുകളും. പിന്നീട് 7-നപ്പുറം 8 മുതൽ 14 വരെയൊക്കെ വരുന്നത് ബേസും ആയിരിക്കും. അതാണ് സോറൻസിൻ്റെ സ്കെയിൽ പറയുന്നത്. ഇനി 7 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പി എച്ച് ടെസ്റ്റ് ചെയ്യുമ്പം ആ പി എച്ച് വാല്യൂ 7 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് ന്യൂട്രൽ. അപ്പോൾ 7 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ന്യൂട്രലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സോറൻസൻ്റെ പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഈ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ സോറൻസൻ്റെ പി എച്ച് സ്കെയിലിൽ പറയുന്നത്. സോ ഒബ്സർവ്, അതായത് എന്ത് ചെയ്യുക, നിങ്ങളിത് ഒബ്സർവ് ചെയ്തിട്ട് അത് പറയാനാണ് പറയുന്നത്. ഡു യു നോട്ടീസ് എനി കളർ ചേഞ്ച് ഇൻ ദ ഡിസ്റ്റിൽഡ് വാട്ടർ, വാട്ട് പ്രോപ്പർട്ടി. ഇപ്പോൾ പി എച്ച് സൊല്യൂഷൻ എന്ന് പറയുമ്പം എന്തൊക്കെയാണ് അവിടെ പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്, പി എച്ച് സ്കെയിൽ ഇസ് ദ മെത്തേഡ് യൂസ്ഡ് ടു എക്സ്പ്രസ് അസിഡിക് ഓർ ബേസിക് നേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ അസിഡിക് അല്ലെങ്കിൽ ബേസിക് നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി എച്ച് വാല്യൂ യൂസ് ചെയ്യുന്നത്, പി എച്ച് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. സോ ബേസിക് നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് ബേസ്ഡ് ഓൺ ദ എമൗണ്ട് ഓഫ് H+ അയോൺസ് പ്രസൻറ്റ് ഇൻ ദെയർ അക്വസ് സൊല്യൂഷൻ. അതായത് ഇവിടെ നമ്മൾ നോക്കുന്നത് അതിൻ്റെ അക്വസ് സൊല്യൂഷനിലുള്ള H+ അയോൺസിൻ്റെ ആ ഒരു ഇതാണ് നമ്മളവിടെ നോക്കുന്നത്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പി എച്ച് സ്കെയിൽ പി എച്ച് വാല്യൂ ഓഫ് ന്യൂട്രൽ സൊല്യൂഷൻ ഈസ് 7. അതായത് ന്യൂട്രൽ സൊല്യൂഷൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു സോറൻസിൻ്റെ പി എച്ച് സ്കെയിൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 7 ആണ് വാല്യൂ വന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. വാട്ടറൊക്കെ എന്താണ്, ന്യൂട്രൽ സൊല്യൂഷനാണ്. വാട്ടർ ആസിഡ് ആണോ, അല്ല. വാട്ടർ ബേസ് ആണോ, അല്ല. അല്ലേ, ആസിഡും അല്ല ബേസ്. വാട്ടർ ഈസ് നോട്ട് ആസിഡ് ഓർ ബേസിക് ഇൻ നേച്ചർ. അസിഡിക് നേച്ചറോ ബേസിക് നേച്ചറോ ഒന്നും എന്തിനില്ല, വാട്ടറിന് ഇല്ല. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രലാണ് അല്ലേ, ന്യൂട്രൽ സൊല്യൂഷനാണ്. അപ്പോൾ ന്യൂട്രൽ സൊല്യൂഷൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ സോറൻസിൻ്റെ സ്കെയിൽ അനുസരിച്ച് എത്രയായിരിക്കും വാല്യൂ വരുന്നത്, 7 ആയിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, സോ ദ പി എച്ച് വാല്യൂ ഓഫ് ആസിഡ് ഈസ് ലെസ് ദാൻ 7. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അതായത് ആസിഡിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 7-നേക്കാളിലും കുറവും. എന്താണ് ബേസിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 7-നേക്കാളിലും 8 to 14 വരെ ആയിരിക്കും ബേസിൻ്റെ ആ ഒരു പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പി എച്ച് വാല്യൂ കിട്ടുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം അത് ഇനി എന്താണ് ആസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്ന് മനസ്സിലാക്കാം. 7 വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. വാട്ടറൊക്കെ എന്താണ്, ന്യൂട്രൽ അല്ല. വാട്ടർ ഇസ് നോട്ട് ആസിഡിക് ഓർ ബേസിക് നേച്ചർ. ആസിഡിക് നേച്ചറും അല്ല ബേസിക് നേച്ചറും അല്ല. പിന്നെ നമ്മൾ പി എച്ച് സ്കെയിൽ കൺസിഡർ ചെയ്യുന്ന H+ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസിൻ്റെ ആ ഒരു H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മളവിടെ മെയിനായിട്ടും നോക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. സോ ദ പി എച്ച് വാല്യൂ ഓഫ് ഡിഫറെൻറ്റ് സൊല്യൂഷൻ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ആൻഡ് കമ്പയർഡ്. നമുക്ക് കുറേ എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് അതിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എ പി എച്ച് പേപ്പർ, പി എച്ച് സൊല്യൂഷൻ ഫോർ എ പി എച്ച് മീറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ് പേർപ്പസ്. അപ്പം നമുക്ക് ഈ ഒരു പി എച്ച് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പി എച്ച് മീറ്റർ എന്ന് പറയുന്നൊരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്, പി എച്ച് മീറ്റർ. ദെൻ എന്താണ് പി എച്ച് മീറ്റർ ഉപയോഗിക്കുന്നുണ്ട്, പി എച്ച് പേപ്പറുണ്ട്, പി എച്ച് സൊല്യൂഷനുണ്ട്. ഓക്കെ, പി എച്ച് പേപ്പറുണ്ട്, പി എച്ച് സൊല്യൂഷനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഒരു സബ്സ്റ്റൻസിൻ്റെ പി എച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പി എച്ച് മീറ്റർ വി യൂസ്ഡ് പി എച്ച് മീറ്റർ ഫോർ ടെസ്റ്റിംഗ് ദ പി എച്ച് വാല്യൂ ആൻഡ് വി ഓൾസോ യൂസ് പി എച്ച് പേപ്പർ ആൻഡ് പി എച്ച് സൊല്യൂഷൻ ഫോർ ദിസ് പർപ്പസ്, ഫോർ ദ സെയിം പർപ്പസ്. ഈ ഒരു സെയിം പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പി എച്ച് മീറ്ററും പി എച്ച് പേപ്പറും പി എച്ച് സൊല്യൂഷനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് വേ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പി എച്ച് വാല്യൂ ഓഫ് ദ ഗിവൺ തിങ്.
So add a drop of pH solution to the solution whose pH to be determined or dip the pH paper into it. അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സാധനം തന്നേക്കും, നമുക്കിത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നീ pH സൊല്യൂഷൻ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ pH പേപ്പർ അതിലേക്ക് ആഡ് ചെയ്തോ നമുക്കിതിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. The pH value of the solution can be determined by comparing with the color of the pH chart. അതായത് pH chart എന്ന് പറയുന്നൊരു ചാർട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. ഇൻ യുവർ ടെക്സ്റ്റ് പേജ് നമ്പർ 90 യു ക്യാൻ സീ ദ pH പേപ്പർ. pH പേപ്പർ എന്ന് പറയുമ്പോൾ പല കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ കളേഴ്സിലും ഓരോ വാല്യൂസും ഉണ്ട്. അപ്പോൾ ആ വാല്യൂസും കളേഴ്സും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞേക്കും ഈ ഒരു എമൗണ്ട് വന്നാൽ, അല്ലെങ്കിൽ ഈ ഒരളവ് വന്നാൽ അത് ഇന്നതാണ്, അല്ലെങ്കിൽ ഈ കളർ വന്നാൽ അത് ഇന്നതാണെന്നുള്ളത് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്കത് പറയാം. വിനെഗർ pH പേപ്പർ നമ്മൾ വിനെഗറിൽ നമുക്കിപ്പം ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പം നമ്മൾ വിനെഗറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വിനെഗറിൽ നമ്മൾ pH പേപ്പർ നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ pH പേപ്പറിൻ്റെ കളർ എന്ന് പറയുന്നത് ഓറഞ്ച് കളറായിരിക്കും. അതിൻ്റെ വാല്യൂ വരുന്നത് 2.2 ആണ്. അപ്പോൾ നിങ്ങൾ കാണാതൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ pH പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. 2.2 വരും, അത് ആസിഡിക് നേച്ചറാണ്. ലൈം വാട്ടർ എന്ന് പറയുമ്പം ഏതായിരിക്കും? pH പേപ്പറിൻ്റെ കളർ അവിടെ വരുന്നത് ബ്ലൂ കളർ ആയിരിക്കും. അത് 12.3 ആണ് വരുന്നത്, ആൽക്കലി ആയിരിക്കും. അങ്ങനെ ഓരോന്നിൻ്റെയും നമുക്ക് നോക്കാം. ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നിങ്ങൾ ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ ലേബറിൻ്റെയിലൊക്കെ കിടപ്പുണ്ട്, അത് നോക്കിയിട്ട് അങ്ങ് ഫില്ല് ചെയ്താൽ മതി അത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇപ്പം ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് pH മീറ്റർ ഒന്നും pH പേപ്പർ ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കുക. ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞു പോവാം. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാനായിട്ടില്ല, ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് വരുമ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നത് യെല്ലോയിഷ് ഓറഞ്ച് ആണ് വരുന്നത്. 3.5 വരും, ആസിഡ് ആണ് നേച്ചർ. ദെൻ വാട്ടർ നമുക്കറിയാം കളർലെസ്സേ വരത്തുള്ളൂ. കാരണം മിസ് പറഞ്ഞില്ല, ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ് വാട്ടർ ഇസ് ന്യൂട്രൽ ഇൻ നേച്ചർ അല്ലേ. വാട്ടർ എന്ന് പറയുന്നത് ഏത് നേച്ചറാണ്? ന്യൂട്രൽ നേച്ചറാണ്. സോ അതിൻ്റെ pH വാല്യൂ 7 ആയിരിക്കും. അത് ആസിഡും അല്ല ബേസും അല്ല. ഇറ്റ്സ് നോട്ട് acidic or basic, it is neutral. Water എന്താണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ ആണ് അല്ലേ. ദെൻ വാഷിംഗ് സോഡയൊക്കെ വരുമ്പോൾ ബ്ലൂ കളറാണ്, 11.6 വരും, ആൽക്കലി ആണ്. അമോണിയൊക്കെ നമുക്കറിയാം, അതൊക്കെ ബേസ് ആണ്, പിങ്ക് കളറായിരിക്കും വരുന്നത്. പൊട്ടാസ്യം നൈട്രേറ്റ് കളർലെസ് ആയിട്ട് വരും, 7 ആണ് അല്ലേ. പൊട്ടാസ്യം നൈട്രേറ്റ് സൊല്യൂഷനും സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻസും ഒക്കെ എന്താണ്? കാരണം സൊല്യൂഷൻ ആണല്ലോ, അതിനകത്ത് വാട്ടറില്ലേ അക്വസ് സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ pH വാല്യൂ എത്രയേ വരത്തുള്ളൂ? 7 വരത്തുള്ളൂ. സൊല്യൂഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ pH വാല്യൂ 7 ആയിരിക്കും. അപ്പോൾ അത് ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ 7, അപ്പം നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് സോറൻസൻ്റെ സ്കെയിലിൽ പറയുന്നത്? അതായത് 0ക്കും 6നും അല്ലെങ്കിൽ 7നേക്കാളും താഴെ വരുന്നത് which nature they show the nature of acidic nature. They show the acidic nature, and if it is 7, if the value is 7, it is neutral in nature. And എന്താണ്? If greater than 7, it shows the characteristics of bases. ബേസിൻ്റെ ക്യാരക്ടർ കാണിക്കുന്നവയാണ് 7ന് മുകളിലോട്ട് വരുന്നവ. Okay, so it is acidic nature or basic nature that increase the pH value. Does the amount of H plus ions increases or decreases with an increase in the pH value? The pH of the soil is an important factor of crops. അപ്പോൾ ക്രോപ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് pH വാല്യൂ. ഇപ്പം നമ്മളിപ്പം നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമുക്ക് എന്ത് ചെയ്യണം? കൾട്ടിവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫാം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓടിപ്പോയാൽ കൃഷി ചെയ്യണോ? അങ്ങനെയല്ല, അതിന് കുറച്ച് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ pH ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്രോപ്പാണ് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്പ്, വി ക്യാൻ ഡിറ്റർമിൻ വെദർ ദ ഗിവൺ ക്രോപ്പ് ഓർ എന്താണ് ആ ഒരു ക്രോപ്പ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ഓർ നോട്ട്. ഓക്കെ, സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും pH ടെസ്റ്റ് ചെയ്ത് നോക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അതൊരു സൊല്യൂഷൻ ആക്കിയിട്ട് അതിലേക്ക് ഒന്നേ നമുക്ക് pH മീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ pH സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആസിഡിക് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ ചില ആസിഡിക് നേച്ചറുള്ള സോയിലിൽ വളർത്താൻ പറ്റാത്ത ചില ക്രോപ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ആസിഡിക് നേച്ചർ നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ. ബേസിക് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ പറഞ്ഞല്ലോ, അത് ആസിഡിക് നേച്ചർ ആണെങ്കിൽ ബേസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ന്യൂട്രലൈസ് ചെയ്തിട്ട് വേണം കൃഷി ചെയ്യാം. അപ്പോൾ നമ്മൾ pH വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് ക്രോപ്പാണ് അവിടെ സോ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവും.
Okay, so the pH soil of an important factor for crops. It is important to identify whether soil region is suitable for a particular crop. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്രോപ്പിന് അത് അനുയോജ്യമാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഈ പി എച്ച് സഹായിക്കും നമുക്ക് അല്ലേ. അത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അസിഡിക് സോയിൽ ഈസ് സ്യൂട്ടബിൾ ഫോർ സം ക്രോപ്സ് വൈൽ ബേസിക് സോയിൽ ഫോർ ഫ്യൂ അതേഴ്സ്. അപ്പം അസിഡിക് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് ചില ക്രോപ്സിന് മാത്രമേ അത് സ്യൂട്ടബിൾ ആവത്തുള്ളൂ. ഇനി ബേസിക് നേച്ചർ ആണെങ്കിൽ വേറെ ചില ക്രോപ്സിന് മാത്രമേ അത് സ്യൂട്ടബിൾ ആവത്തുള്ളൂ. പി എച്ച് വാല്യൂ ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ദ നേച്ചർ ഓഫ് ദ സോയിൽ ഈസ് നോട്ട് സെയിം ദ എവരിവെയർ ഓൺ ദ എർത്ത് സർഫസ്. നമുക്കറിയാം നമ്മുടെ ലോകത്ത് ഒരിക്കലും ഒരുപോലുള്ള ഒരു നേച്ചറാണോ സോയിലിനുള്ളത് അല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് സോയിലുണ്ട്, അങ്ങനെ പല ടൈപ്സ്, ലാറ്ററൈറ്റ് സോയിലുണ്ട്, അങ്ങനെ പല പല ടൈപ്പ് സോയിൽസ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും നേച്ചർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ ദെയർ എക്സിസ്റ്റ് എ റിലേഷൻ ബിറ്റ്വീൻ നേച്ചർ ഓഫ് ദ സോയിൽ ആൻഡ് ക്രോപ്സ്. ദിസ് ഈസ് ദ റീസൺ ഡൈവേഴ്സിറ്റി ഓഫ് ക്രോപ്സ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അതായത് നമുക്ക് ഓരോ സോയിലും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യാൻ പറ്റുന്ന ക്രോപ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമുക്ക് ജമ്മു കാശ്മീർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സോയിൽ ഏറ്റവും ഏതാണ് ആപ്പിൾ അങ്ങനെയുള്ള ഫ്രൂട്ട് ഐറ്റംസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ കൊണ്ടുവന്ന ആപ്പിൾ നട്ട് കഴിഞ്ഞാൽ അത്രയും ഈൽഡ് നമുക്ക് കിട്ടില്ല. പറ്റില്ല എന്നല്ല, പക്ഷെ അത്രയും ഈൽഡ് നമുക്ക് കിട്ടില്ല. അതിന് ഓരോ കാലാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഓരോ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഓർ സോയിൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിനനുസരിച്ചായിരിക്കും നമ്മളവിടെ ക്രോപ്പ് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ അതാണ് പി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പി എച്ച് എന്ന് മനസ്സിലായല്ലോ. എന്താണ് പി എച്ച്? എന്തിനാണ് നമ്മൾ വാട്ട് ഈസ് ദ എയിം ഓഫ് ദിസ് പി എച്ച് ടെസ്റ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പി എച്ച് ടെസ്റ്റിംഗ് കൊണ്ട് നമുക്കത് അസിഡിക് ആണോ ബേസിക് നേച്ചർ ആണോ ആ ഒരു സോയിൽ എന്നുള്ളത് നമുക്ക്, സോയിലല്ല എനി കേസ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ സോയിൽ കളക്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് വാട്ടറൊക്കെ ആയി സൊല്യൂഷൻ ആക്കിയിട്ട് അതിൽ നമുക്ക് പി എച്ച് പേപ്പറോ പി എച്ച് സ്കെയിലോ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ആ ഒരു സ്യൂട്ടബിൾ രീതിയിൽ നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇൻ ദിസ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് പി എച്ച് എന്ന് പറയുന്നൊരു കണ്ടൻറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിൽ സോൾട്ട് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പം സോൾട്ടും പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഇക്വേഷൻസൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നൊരു മെത്തേഡും ഉണ്ട്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. സോ ടുഡേ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ പി എച്ചിനെ കുറിച്ചാണ് പറഞ്ഞത്. പി എച്ച് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അസിഡിക് നേച്ചറാണോ ബേസിക് നേച്ചറാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് പി എച്ച് സ്കെയിൽ, ആൻഡ് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ സോറൻസൺ. ഓക്കെ, സോ നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.